നമസ്കാരം. കേരളത്തിലെ പോലീസ് സംവിധാനത്തെയും ഭരണാധികാരികളെയും പരസ്യമായി വെല്ലുവിളിച്ച് ഒളിവിൽ കഴിയുന്ന ക്രിമിനൽ കേസ് പ്രതി അർജുൻ ആയങ്കി വീണ്ടും രംഗത്ത്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കെതിരെയും കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും രൂക്ഷമായ ഭാഷയിലാണ് ആയങ്കി സോഷ്യൽ മീഡിയയിലൂടെ വെല്ലുവിളി ഉയർത്തിയിരിക്കുന്നത്. വിരട്ടരുത്, വളർന്ന പാർട്ടി വേറെയാണെന്ന മറുപടിയോടെയാണ് ചെന്നിത്തലയ്ക്കുള്ള പോസ്റ്റ് ആരംഭിക്കുന്നത്. സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന ഗുണ്ടാ ക്രിമിനൽ പ്രവർത്തനങ്ങളെ വെച്ചുപുറപ്പിക്കില്ലെന്നും പോലീസിനെ വെല്ലുവിളിച്ച പ്രതികൾക്ക് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കണ്ടറിയാമെന്നും ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് മന്ത്രിയെ തന്നെ പരിഹസിച്ചും വെല്ലുവിളിച്ചും ഒളിവിലിരുന്ന് ആയങ്കി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്. പോലീസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് നടക്കുന്ന ആയങ്കിയുടെ ഈ അഹങ്കാര പ്രകടനം വലിയ ജനരോഷത്തിനിടയാക്കിയിട്ടുണ്ട്. ആഭ്യന്തരമന്ത്രിയെ പരസ്യമായി വെല്ലുവിളിക്കുന്ന ഫേസ്ബുക്ക് കുറിപ്പിൽ ആയങ്കി പറയുന്നത് ഇങ്ങനെയാണ്: ഇനി എന്താ വരുന്നതെന്ന് നോക്കൂ എന്നൊക്കെയാണ് ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല പറയുന്നത്. ഞാനും എൻ്റെ സുഹൃത്തുക്കളും പ്രതി ചേർക്കപ്പെട്ട് ജയിലിൽ അടയ്ക്കപ്പെട്ട കേസിനെ പറ്റി പുനരന്വേഷണത്തിന് ഉത്തരവിടാൻ ശേഷം ഞാൻ നിരപരാധിയെങ്കിൽ കള്ളക്കേസെടുത്ത് അധികാര ദുർവിനിയോഗം ചെയ്ത CI പ്രശാന്തിനെതിരെ നടപടിയെടുക്കാൻ ഞാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ വെല്ലുവിളിക്കുന്നു. എങ്കിൽ ഞാൻ താങ്കളെ നേരിട്ട് വന്ന് പൊന്നാട അണിയിക്കും, ഒരു ഉമ്മ തരും, അല്ലാണ്ട് വിരട്ടരുത്, വളർന്ന പാർട്ടി വേറെയാണ് എന്നാണ് ആയങ്കിയുടെ ഭീഷണി. കോതമംഗലം SHOയെയും ഊന്നുകൽ CAയെയും ഫോണിലൂടെയും വാട്സപ്പിലൂടെയും ഭീഷണിപ്പെടുത്തിയ കേസിൽ പോലീസിന് പിടിതരാതെ ഒളിവിൽ കഴിയുകയാണ് ആയങ്കി. കീഴടങ്ങുന്നില്ലെന്നും ധൈര്യമുണ്ടെങ്കിൽ പോലീസ് തന്നെ പിടിക്കട്ടെ എന്നും ആയങ്കി മുമ്പും വെല്ലുവിളിച്ചിരുന്നു. ആദ്യം കീഴടങ്ങാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിലും പോലീസ് തന്റെ സുഹൃത്തുക്കളുടെ ലൊക്കേഷൻ കണ്ടെത്തി ഭീഷണിപ്പെടുത്തിയതിനാലാണ് പിന്മാറിയതെന്നും ഇനി ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യമെടുത്ത ശേഷം മാത്രമേ പുറത്തു വരുന്നു എന്നും ആയങ്കി ഭീഷണി സന്ദേശത്തിൽ വ്യക്തമാക്കുന്നു. CAയെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ വീണ്ടും വിശദീകരണവുമായി കണ്ണൂരിൽ നിന്ന് ഫേസ്ബുക്ക് പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. താൻ എഴുതിയ തുറന്ന കത്ത് ഭീഷണി കത്താക്കി മാറ്റി പ്രചരിപ്പിച്ചത് മാധ്യമങ്ങളും പോലീസുമാണെന്നായിരുന്നു ആയങ്കിയുടെ വാദം. പെൻഷൻ വാങ്ങി ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് പോലീസുകാരനോട് പറഞ്ഞതിൻ്റെ അർത്ഥം കൊന്നുകളയുമെന്നല്ലെന്നും മറിച്ച് അർഹതയില്ലാത്ത തെറ്റുകാരനായ ഉദ്യോഗസ്ഥൻ്റെ ജോലി കളയിപ്പിക്കുമെന്നാണ് താൻ ഉദ്ദേശിച്ചതെന്നും ആയങ്കി പോസ്റ്റിൽ ന്യായീകരിക്കുന്നു. കേസുകളിൽ കുടുങ്ങി ഒളിവ് ജീവിതം തുടരുമ്പോൾ ഇനിയൊന്നും നഷ്ടപ്പെടാനില്ലെന്ന മാനസികാവസ്ഥയിലാണ് താനെന്ന് അർജുൻ ആയങ്കി വ്യക്തമാക്കുന്നു. ആകെ മുങ്ങിയാൽ കുളിരില്ല എന്ന പോലെ നഷ്ടപ്പെടാൻ ഇനിയൊന്നും ഇല്ലാത്തവൻ്റെ മാനസികാവസ്ഥയാണ് ഇപ്പോൾ എനിക്ക്. കേരള പോലീസിനോട് എനിക്ക് ബഹുമാനം മാത്രമേ ഉള്ളൂ. എന്നോട് അന്യായം ചെയ്തയാളോട് മാത്രമേ എനിക്ക് പകയും വൈരാഗ്യവുമുള്ളൂ. കീഴടങ്ങാൻ തുനിഞ്ഞവൻ്റെ മൂർധാവിൽ തുപ്പുന്ന പണിയെടുത്തതിൻ്റെ പ്രതികരണമാണ് ഇന്ന് കണ്ടത്. പടച്ചോനെ മാത്രമേ പേടിയുള്ളൂ, മനുഷ്യന്മാരെ ഇല്ല എന്ന വീരവാദവും ആയങ്കി കഴിഞ്ഞ ദിവസം മുഴക്കിയിരുന്നു. ഊന്നുകൽ സ്റ്റേഷൻ SHOയ്ക്കെതിരെ വാട്സാപ്പിലൂടെ ഭീഷണി സന്ദേശങ്ങളും ചാറ്റുകളും ആയങ്കി തന്നെ സ്വന്തം സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിലൂടെ പരസ്യപ്പെടുത്തിയിരുന്നു. കൊടുക്കാനുള്ളത് സമയത്ത് തന്നെ കൊടുക്കുമെന്നും താൻ ഒരുപാട് പോലീസുകാരെ കണ്ടിട്ടുണ്ടെന്നും ആവർത്തിച്ച് ഭീഷണിപ്പെടുത്തുന്നതായിരുന്നു ഈ സന്ദേശങ്ങൾ. പോലീസിനെ പൂർണ്ണമായി നിഷ്പ്രഭമാക്കുന്ന രീതിയിലാണ് ഒളിവിലിരുന്നു കൊണ്ട് ആയങ്കിയുടെ ഈ അഴിഞ്ഞാട്ടം. കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കവർച്ചാ കേസിലടക്കം നിരവധി ഗുരുതര ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് അർജുൻ ആയങ്കി. കഴിഞ്ഞ മെയ് മാസത്തിൽ കോതമംഗലത്തെ ആഡംബര റിസോർട്ടിൽ വെച്ച് ആയങ്കിയെയും 9 കൂട്ടാളികളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. റിസോർട്ടിൽ വെച്ച് വലിയ കുറ്റകൃത്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനിടയിലാണ് ഇവർ പിടിയിലായതെന്നാണ് പോലീസ് വ്യക്തമാക്കിയത്. ഈ സംഭവത്തിന് ശേഷമാണ് കോതമംഗലം CI പ്രശാന്തിനും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർക്കുമെതിരെ ആയങ്കി പകപോക്കൽ ഭീഷണിയുമായി രംഗത്തെത്തിയത്. അതിനിടെ പോലീസ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയ കേസിൽ അർജുൻ ആയങ്കി നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി നേരത്തെ തള്ളിയിരുന്നു. മുൻകൂർ ജാമ്യം തള്ളിയതോടെ ആയങ്കിക്ക് മുൻപിൽ നിയമപരമായ വഴികളൊന്നും ബാക്കിയില്ല. കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണെന്ന് നിരീക്ഷിച്ചാണ് കോടതി ജാമ്യം നിഷേധിച്ചത്. ഇതോടെ പോലീസിന് ആയങ്കി അറസ്റ്റ് ചെയ്യാനുള്ള വഴി പൂർണ്ണമായും തുറന്നിരിക്കുകയാണ്. തുടർച്ചയായി നിയമവ്യവസ്ഥയും ആഭ്യന്തരമന്ത്രി അടക്കമുള്ള ഭരണാധികാരികളെയും വെല്ലുവിളിക്കുന്ന അർജുൻ ആയങ്കിക്കായി പോലീസ് വലമുറുക്കി കഴിഞ്ഞു. കണ്ണൂർ, എറണാകുളം മേഖലകൾ കേന്ദ്രീകരിച്ച് പോലീസ് പ്രത്യേക അന്വേഷണ സംഘങ്ങൾ തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ആയങ്കിക്ക് ഒളിവിൽ കഴിയാൻ സഹായം നൽകുന്നവരെയും പോലീസ് നിരീക്ഷിക്കുകയാണ്. വീരവാദം മുഴക്കി ഒളിവിൽ കഴിയുന്ന ആയങ്കിയുടെ കൈകളിൽ ഉടൻ തന്നെ വിലങ്ങ് വീഴ്ത്തുക എന്നത് പോലീസിൻ്റെയും ആവശ്യമായി മാറിയിട്ടുണ്ട്.